ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിത് കുറച്ച് അധികം ദിവസം മുന്നേ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. അത് എനിക്ക് തോന്നുന്നു ജൂലൈ ലാസ്റ്റുള്ള സൺഡേ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നായിരുന്നു. ഞങ്ങളൊരു 10:30 11 o'clock ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനെ കൊണ്ടുതന്നെ നല്ല രീതിയിൽ വിശപ്പുള്ളതുകൊണ്ട് ഞങ്ങൾ ഓജിന് പോയിട്ട് ഓജിൻ സ്പെഷ്യൽ കട്ട്ലേറ്റ് ആയിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു. പപ്പയാണെങ്കിൽ ഉപ്പുമാവായിരുന്നു കേട്ടോ പറഞ്ഞത്. പിന്നെ അവിടെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്ന ഹൈലൈറ്റ് മാളിലേക്കായിരുന്നു. റീസൺ എനിക്ക് എൻ്റെ ബ്രദറിനും കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ജീൻസ് ആയിരുന്നു എടുക്കാനായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഹൈലൈറ്റ് മാളിൽ പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അവിടെ ഇതിലേക്ക് ഒന്ന് കറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ ഡ്രസ്സ് എടുക്കാനായിട്ട് മാക്സിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ മാക്സിൽ പോയി. അവിടെയാണ് നല്ല ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മയാണെങ്കിൽ ഇതിന് മുന്നേ പോയപ്പോൾ നല്ല ഓഫേഴ്സും നല്ല കളക്ഷൻസും ഉണ്ടായിരുന്നു. ബട്ട് ഞങ്ങൾ നല്ല ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഓഫേഴ്സിൻ്റെ ഡേറ്റ് കഴിയാനായതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ആ ജീൻസ് ഞാൻ ഇട്ട് നോക്കി, ബട്ട് എൻ്റെ സൈസ് ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഇങ്ങനത്തെ കുറേ ബാഗും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അവിടുന്ന് കുറേ ഇയറിങ്സ് ഒക്കെ ഉണ്ട്, അപ്പോൾ അതും ഇങ്ങനെ നോക്കി. ഞാനാണെങ്കിൽ ഇങ്ങനത്തെ ഇയറിങ്സ് ഒന്നും പൊതുവേ അങ്ങനെ ഇടാറൊന്നും ഉണ്ടായിരുന്നില്ല. അതിനെക്കൊണ്ട് ഞാൻ അങ്ങനെ എടുക്കാറുമില്ല കേട്ടോ. ജസ്റ്റ് നോക്കുക, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്കത് എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവാറില്ല. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ അറിയുമ്പോൾ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ബാങ്കിളുടെ ഇതായിരുന്നു കേട്ടോ. അത് ഭയങ്കര ഭംഗിയുള്ള ബാങ്കിൾസ്. എനിക്കാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നായിരുന്നു. നല്ല രസമില്ല ഗൈസ് കാണാനായിട്ട്. പിന്നെ ഞാൻ കുറച്ച് അവിടെ വെറുതെ നിന്ന ടൈമിൽ മിനിസോനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പപ്പിയമ്മയും അബ്ബനും കൂടി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ നേരെ പോയിട്ടുണ്ടായിരുന്നത് സ്റ്റുഡിയോയിലേക്കായിരുന്നു കേട്ടോ. അങ്ങനെ സ്റ്റുഡിയോ പോയി. അവിടെ ഇതേപോലെ നേരെ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു കുറേ ജ്വല്ലേഴ്സായിരുന്നു. എനിക്കതിനപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് സ്റ്റുഡിയോന്നാണ് കേട്ടോ. പണ്ടാണെങ്കിൽ എനിക്ക് വെബ്സൈറ്റിലാണ് കിട്ടാറുണ്ടായിരുന്നത്. ഇപ്പോൾ എനിക്ക് നേരെ സ്റ്റുഡിയോന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ ഈ ഒരു ഇതിട്ട് നോക്കി, പക്ഷെ എനിക്കിഷ്ടമായില്ല. പിന്നെ ഈ ഒരു ബ്ലൂ ജീൻസ് ഇട്ട് നോക്കി, അത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ബട്ട് ഞാൻ ഇത് രണ്ടും അല്ലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. വേറൊരു ബ്ലൂ ജീൻസ് ആയിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അവിടെ കുറേ കോട്ട് സെറ്റും കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് നോക്കി. പിന്നെ എൻ്റെ ബ്രദറിനതും നോക്കി. അവൻ പ്രത്യേകിച്ച് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടുത്തെ ഫോക്കസിന് അവിടുത്തെ മാക്സിന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നോക്കി അവസാനം ബാഗിലേക്കായി. അങ്ങനെ ഈ ഒരു ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബട്ട് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത് ഈ ഒരു ബ്ലാക്ക് ബാഗായിരുന്നു. പിന്നെ എൻ്റെ ആണെങ്കിൽ മേക്കപ്പ് റിമൂവ് ചെയ്യുന്ന ഈ ഒരു ഇത് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുത്താലോ വിചാരിച്ച്, ബട്ട് ഞാൻ വേറൊരു സാധനം എടുത്ത്. പിന്നെ ഞാൻ എടുക്കേണ്ട വിചാരിച്ചു. പിന്നെ ഈ ഒരു നെയിലൊക്കെ നോക്കി, ജസ്റ്റ് നോക്കി. പിന്നെ അവിടെ ഞാൻ നേരെ പുറത്തിറങ്ങി. ഇതാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്, ജീൻസ്. പിന്നെ ബാഗ് ഇട്ട് വെറുതെ ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ, പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഈ ഒരു സംഭവം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എന്തായാലും ഞാനൊരു ഓണത്തിൻ്റെ ഒരു പ്രിപ്പറേഷൻ വീഡിയോ എന്ന് വിചാരിക്കുന്നുണ്ട്. അറിവിൽ നടക്കുമെന്ന്. എന്തായാലും ഞാൻ ശ്രമിക്കാം. അവിടെ പിന്നെ ഇതേപോലെ കുറേ കാറൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ബ്രദർ ജസ്റ്റ് സ്റ്റെക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ ഹോട്ട് വീൽസൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കി. പിന്നെ എനിക്കും പപ്പക്കും ആണെങ്കിൽ ഇങ്ങനെ ബുക്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് അവിടെ എന്തൊരു ബുക്സിൻ്റെ ഒരു ഫെയർ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ നോക്കി. ബട്ട് പ്രത്യേകിച്ച് വലിയ ബുക്കും കാര്യങ്ങളൊന്നും ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നേരെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഇങ്ങനെ ഇതേപോലെ എപ്പോഴും ഉണ്ടാകുന്നതാണ് ഈ ഒരു ടോയ് ഷോപ്പ്. പിന്നെ ഞങ്ങൾ ജസ്റ്റ് അവിടെ കയറാറുണ്ട്. എപ്പോഴും അവിടെ പോയാൽ കയറുന്നതാണ് കേട്ടോ. ഹൈറ്റിൽ പോയാലും അല്ലെങ്കിൽ ഗൂഗിളിൽ പോയാലും കയറുന്നതാണ്. അപ്പോൾ പിന്നെ അവിടെ അതേപോലെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ബണ്ടു. അപ്പോൾ പിന്നെ ഞാൻ അവിടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായൊരു സംഭവമായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിനെങ്ങനെ ഓടിച്ച് കളിക്കുന്നു. അപ്പോൾ അത് അവിടെ നിൽക്കി ഓഫാകും, ഇവിടെ നിൽക്കി ഓണാവും എന്നൊക്കെ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നുണ്ട്. ഞാനിതൊന്നും സൗണ്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അവസാനം പപ്പയും വിളിച്ചപ്പോൾ ഇതിലേക്ക് ഓഫാക്കി പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഇത് ഓഫാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് എന്ത് വെക്കുന്നു അതേപോലെ അങ്ങോട്ട് സൗണ്ട് വരുന്നത്. അപ്പം ഞാനത് വോയിസ് അടക്കമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ബട്ട് അത് പോയി. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഫോക്സ് മാളിലേക്കായിരുന്നു. അവിടെ നിന്ന് ലഞ്ച് കഴിക്കാൻ വിചാരിച്ചു. അവിടുത്തെ എംഗ്രില്ലിൽ. അപ്പോൾ കുഞ്ഞാൻ്റെയും അങ്കിയും ആമയും കുക്കുമൊക്കെ അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ എംഗ്രില്ലിൽ പോയി വെയിറ്റ് ചെയ്തപ്പോൾ കുഞ്ഞാൻ്റെയും അങ്കിയും ആമയും കുക്കുമൊക്കെ വന്നു. അപ്പോൾ എൻ്റെ ബ്രദറും കുക്കും ഫ്രൈഡ് റൈസ് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുക്കുവാണ് അങ്ങനെ ഇരിക്കുന്നത്, വേറെ ഒന്നുമില്ല. അവരുടെ പ്ലേറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ആമയും കുക്കിനും അവിടെ സ്പെഷ്യൽ പ്ലേറ്റ് ആണ് കേട്ടോ. കാരണം കിഡ്സിൻ്റെ പ്ലേറ്റ് ആയിരുന്നു കേട്ടോ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ എല്ലാവരും കഥ പറച്ചിലും അങ്ങനെ ഓരോന്നുമാണ്. അപ്പോൾ കുക്കുവാണ് അവൻ്റെ പ്ലേറ്റ് വന്നിട്ട് വേണം ഓനിരുന്ന് ഫ്രൈഡ് റൈസ് കഴിക്കാനുള്ള രീതിയിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളെ മീൽസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനും ആമയും സാധാരണ ബിരിയാണി കേട്ടോ വാങ്ങാറ്. ബട്ട് ഞങ്ങൾ എന്തായാലും മീൽസ് വാങ്ങാൻ വിചാരിച്ചു. ഞങ്ങളാണെങ്കിൽ ചിക്കനും അതേപോലെ തന്നെ ബീഫും ഇൻക്ലൂഡ് ആയിട്ടുണ്ടായിരുന്ന മീൽസ് ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ നല്ല സാമ്പാറും എല്ലാം ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. പിന്നെ പായസം വന്നപ്പോൾ ആമയിരുന്നു കുടിക്കായിരുന്നു. അവസാനം ആമീൻ്റെ കുക്കൊരു അടിപൊളി പ്ലേറ്റൊക്കെ വന്ന് അവിടെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവസാനം പിന്നെ കറിയൊക്കെ ഒഴിച്ച് കഴിച്ചു.
ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ പ്ലേറ്റിലേക്ക് ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ പിന്നെ ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് സോ ടേസ്റ്റി. അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. ആ ബീഫൊക്കെ കൂട്ടി കഴിക്കാനാണെങ്കിൽ എന്താ ടേസ്റ്റാ. നിങ്ങൾ ഗ്രില്ലിൽ പോയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇറ്റ് വാസ് സോ ടേസ്റ്റി. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.